ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ മറ്റൊരു വീഡിയോ നമുക്കൊന്നിന്നും കണ്ടു നോക്കാം. ഇന്ന് മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു. തങ്ങളുടെ മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് കാരണക്കാരായവരെ എത്രയും വേഗം കണ്ടെത്തണമെന്നും അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയുണ്ടായി. നിതിന്റെ അമ്മയുടെ കരച്ചിൽ ഉൾപ്പെടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. മുഖ്യമന്ത്രി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് പറയുന്ന ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ സംഭവത്തിന് കൃത്യവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും മകൻ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളോട് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അത് സാറല്ല, ഞങ്ങൾ തമ്മിൽ ഇന്ന് വൈകുന്നേരം സംസാരിച്ചോളാം. ഗൗരവമായിട്ട് എടുക്കൊന്നും വിഷമിക്കണ്ട കേട്ടാ. ഉറപ്പായിട്ട് ഞങ്ങൾ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരുന്നു. ഉറപ്പായിട്ടും കേട്ടാ. ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങൾ സംസാരിക്കോ. എല്ലാവർക്കും ചെയ്തോളാം. അതിനുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടാണെങ്കിലും പറ്റിയ ആളുകളെ ചെയ്യും. ഉറപ്പായിട്ട് ചെയ്യും കേട്ടോ. എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് എനിക്കറിയാം. അത് ചെയ്യാം. ഞാൻ ഇന്ന് തന്നെ ഓഫീസിൽ സംസാരിക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കി. ജാമ്യാവര് 5 രൂപയൊന്നും കൊടുത്തില്ലല്ലോ. സുപ്രീംകോടതി അതാണ് ഗൗരവപ്പെടുത്തി. ഇനി ഞങ്ങൾ തമ്മിൽ സംസാരിക്കണം. എന്നെ വൈകുന്നേരം ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ സംസാരിക്കാൻ ഞാൻ സംസാരിച്ചോളാം. ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പരിഹാരത്തിലെത്തിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന ഈ സമീപനം 100% അഭിനന്ദനാർഹം ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതാണ് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. എന്തുകൊണ്ടോ എന്റെ ഈ കാലയളവിൽ പോലും നല്ലൊരു മുഖ്യമന്ത്രി, ഇത്ര ജനസമ്മതനായ ഒരു മുഖ്യമന്ത്രി ഇന്ന് 50 ദിവസം മാത്രമേ ഭരണത്തിലായിട്ടുള്ളെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് കേരള ജനത കാണുന്നതെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും വി.ഡി. സതീശന്റെ ഈ യാത്ര തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.